ഗായ്സ്, അപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ആഫ്രിക്കൻ ഫൂഫു. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഫൂഫു ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഒരു വട്ടം ഇത്താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കുറച്ച് ഇന്നിപ്പോൾ കുറേ കപ്പ കിട്ടി. അപ്പോൾ അതൊന്നും കൂടി കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ലേശം കേട്ടോ. കാരണം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിന് അരക്കാൻ വേണ്ടി ഇതിനകത്തിട്ട് ബാക്കി കപ്പ ഞങ്ങൾ ഇതാ ഇതിനകത്ത് തുറക്കട്ടെ കേട്ടോ. അയ്യോ, ഇത് അടഞ്ഞു പോയി. ഇതാ ഇതിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് മീൻ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അടച്ചു വെച്ചപ്പോൾ ഫുൾ അടഞ്ഞു. അപ്പോൾ ഇതാണ്ട് ഞാൻ അരക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ച് സെറ്റാക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അരക്കാൻ കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അരച്ച് സെറ്റാക്കിയിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഇതാ ഞാൻ അരച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഈ പാനിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വേഗം അടി പിടിക്കും. കാരണം ഇത് എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ കപ്പ അരച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ചായക്ക് ഇതാ ഇവിടെ നേരത്തെ തന്നെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമാധാനത്തിൽ അത് തിളക്കട്ടെ. അപ്പത്തിന് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതിനകത്ത് ഉപ്പിട്ടിട്ടൊന്ന് അടുപ്പിലേക്ക് വെക്കട്ടെ. അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ വേഗം പിടിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു മെനക്കേട് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇനി ആവുന്നത് വരെ ഇളക്കിയും കൊണ്ടേ നിൽക്കണം. നമുക്കിങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കാം. കണ്ടോ, ഇതിപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയും പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ തീ സിമ്മിലിടുന്നുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ മെയിനായി ഇളക്കിയും കൊണ്ടേക്കും. ഇപ്പം തന്നെ അതാ ചൂട് കയറുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ കാണാൻ നടുക്കിങ്ങനെ ഒരു ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ഇളകി വന്നിട്ടില്ലെങ്കിൽ അടി പിടിക്കും, അടി പിടിക്കും, സാധനം ഫ്ലോപ്പാവും. ഉണ്ടോ, ഇതിപ്പോൾ തന്നെ കണ്ടോ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു നൂല് വലിയും പോലെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഉരുകുമ്പോൾ ഉണ്ടാവില്ല, അതുപോലെ ആയി വരുന്നുണ്ടോ. ഇത് വെന്ത് അവസാന നിമിഷമായി വരുമ്പോൾ പാനിലൊരു തരി പോലും ഉണ്ടാവില്ല, ഫുള്ളിങ്ങനെ മാവ് പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഗായ്സ് ഇത് ടൈറ്റായി വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഇളക്കുമ്പോൾ കയ്യും കടയുന്നുണ്ട് കേട്ടോ. ഇളക്കാൻ പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്, നല്ല കൈ അടയുണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ടൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇളക്കുന്ന കാണിച്ച് ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഒന്ന് ടൈറ്റായിട്ട് കാണിക്കാൻ വെച്ചിട്ട് വീഡിയോ കട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതാ കുറേ ടൈറ്റായി വരുന്നുണ്ട്. ഇനിയിങ്ങനെ നല്ല മല്ലിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇതാക്കി എടുക്കണുണ്ട്. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതുണ്ടോ, ഇങ്ങനെ വിട്ട് വരും. ഇനി ഇത് കൈ കടന്നു ടൈറ്റായി വരിക. കേക്കല്ല, ഫൂഫു. അത് ഇത്തിരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവും. ഇത് പെരുകുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലേ അരക്കുക. ചിലവരുണ്ടാക്കുമ്പോൾ ഒരു മഞ്ഞ കളർ വരുന്നതാണ്. ഇന്നാളെ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടാക്കുന്നത്. ഓരുണ്ടാക്കി വന്നപ്പോൾ ഇതായി വന്നപ്പോൾ മഞ്ഞ കളറായിപ്പോയി. അതൊന്ന് കുറേ വെള്ളം അരച്ചിട്ടേ കുറേ നേരം വേവിച്ചിട്ടുണ്ടാവും. അയ്യോ കയ്യിൻ്റെ കുഴപ്പം തെറ്റിപ്പോയി. ഗായ്സ്, അപ്പം എൻ്റെ ക്യാമറനെ അന്നമാണ് കേട്ടോ മോനെ. ഇത് രണ്ടും കൂടി നടക്കാത്തതുകൊണ്ട് ഏൽപ്പിച്ചതാണ്. ഇത് കണ്ടോ ഗായ്സ്, ഇതിങ്ങനെ ആയി വരുന്നുണ്ടോ. ഇതിങ്ങനെ വിട്ട് വന്ന് ഇതിനും കൂടുതലാവട്ടത് പാനിൽ ഫുള്ളായിട്ട് വിട്ട് വരും. ഇത് മാത്രം എടുക്കുമോ കണ്ടോ, ഇതിങ്ങനെ ആയി വരുന്നുണ്ടോ. ഇതിലൊന്നും ഗായ്സില്ല. എന്താ ഗായ്സ് ഇല്ലാത്ത? ഗായ്സ് കാണുമല്ലോ ഇതിലോ. അവരോട് പറയണ്ടേ? പറയാം. ഇത് ഇളക്കുക എന്ന് പറഞ്ഞാൽ നമ്മ റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. ഇത് ചായച്ചാത്ത പാത്രമൊക്കെ. അപ്പം ഗായ്സ് ഇതാ നമ്മുടെ സാധനം ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചൂടാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ വലിഞ്ഞു വരുന്നുണ്ടോ. ഇത് ഒട്ടിപ്പിടിക്കും. ഇത് കറി ഒഴിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കയ്യിൽ മര്യാദയ്ക്ക് പിടിക്കാനുള്ളൂ. കയ്യിൽ ഒട്ടിപ്പിടിച്ചത് സാധനം കുഴപ്പമില്ല.
രസമുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം ഇതെന്തായാലും. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ലേശം ഒന്നിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ വാഷ് ചെയ്ത് വന്നതാണ്. ഇത് നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ലേശം ഒന്നിങ്ങനെ എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ട് സാധനം വായിലിട്ട് പിന്നെ വർത്താനം പറയാൻ പറ്റില്ല. വീട്ടിലും അല്ലാണ്ട് വർത്താനം പറയുന്ന കുത്തക്കെട്ട ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ലേശം ഉണ്ടാക്കിയിട്ട് വായിലിട്ട് കൊടുത്ത് വായോടെ ഒട്ടിപ്പിടിച്ച് കിടന്നു. കയ്യൊക്കെ ഉണ്ടോ ഇതായിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഞാൻ കുറച്ച് ഉണ്ടാക്കിയത് അതാണ്. ഇങ്ങനെ തിന്നുമ്പോൾ ഒരു ഉസുറുമ്പുളിയൊന്നുമില്ല. നമുക്ക് മീൻകറി കൂട്ടിയിട്ടൊന്ന് തിന്നോക്കാം. ഉള്ളി തിന്നുന്ന ലേശം വായിൽ ഒട്ടിച്ചടച്ച് കൊടുത്തോ, കുറച്ച് നേരം ഉണ്ടാടുന്നോളൂ. ഞാൻ ഓൻ തന്നെ നുള്ളി തിന്നു. ഉള്ളിയിട്ട് കിട്ടുന്നില്ല. അത് തിന്നേ നല്ലോണം വായിലെടുത്തങ്ങ് തിന്ന്. അവനക്ക് തന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാ. അത് നനയുമ്പോൾ പിടിച്ചാൽ കിട്ടും കേട്ടോ. കയ്യിലപ്പം ഒട്ടുന്നില്ല. ഒരു ബോൾ പോലായി. കുരുക്കിന്ന് പോയാലും മീൻകറി എല്ലാവരും ഉണ്ട്. ചോറിന് കൊണ്ട് ഇപ്പം ഇത്ര ഇരുവില്ലേനല്ലോ. ഇല്ലേ ചവക്കൊന്നും വേണ്ട. അങ്ങ് പോയി വിടുന്ന അണ്ണാക്ക് പറ്റുമോ? കുട്ടികളെ കുറുക്ക് പോലെ വയസ്സന്മാർക്ക് സുഖം. പക്ഷേ തിന്നിട്ടില്ലെങ്കിൽ അണ്ണാക്ക് പറ്റിയിട്ട് ഒരു പോക്കങ്ങ് പോകുന്നത്. അപ്പോൾ ഗൈസ് പൂഫും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ അന്ന് ഇത്തിരി കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഒരു രസത്തിന് പുറത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ആഫ്രിക്കാർക്ക് തന്നെ പറ്റുള്ളൂ, നമുക്ക് അതിൻ്റെ ടേസ്റ്റും പറ്റില്ല. ഇത്തിരി ഞാൻ കഴിച്ചുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരുമ്പോൾ എനിക്ക് തോന്നി. എൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.